ഫോൺ വേണ്ട 2.0 എന്ന പേരിൽ മൈജി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ആക്കുളം മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു. കൊച്ചുകുട്ടികൾക്കിടയിലെ അമിത ഫോൺ ഉപയോഗത്തിനെതിരെയാണ് മൈജിയുടെ ബോധവൽക്കരണ ക്യാമ്പയിൻ. ഫോൺ വേണ്ട, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാമത് ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരിപാടിയാണ് ആക്കുളം മൈജി ഷോറൂമിൽ നടന്നത്. ശിശുദിനത്തോടനുബന്ധിച്ച് തുടക്കം കുറിച്ച ക്യാമ്പയിനിലൂടെ മോർ ഗ്രീൻ ടൈം ലെസ് സ്ക്രീൻ ടൈം എന്ന സന്ദേശമാണ് മൈജി ഈ വർഷം മുന്നോട്ട് വെച്ചത്. പട്ടം സെന്റ് മേരീസ് പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അധ്യാപകർക്കൊപ്പം ഷോറൂമിലെത്തിയ കുട്ടികൾക്ക് കഴക്കൂട്ടം അൽഹിബ ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനുരൂപ് പത്രയുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ, ഇന്ററാക്റ്റീവ് സെഷൻസ് എന്നിവ നൽകി. കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ പേരൻസ് ആണ് സ്ക്രീനോട് അഡിക്ഷൻ ഉള്ളതെന്നും ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനൊക്കെ നടന്നു വരുന്ന സമയമാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് നമ്മുടെ പോക്കറ്റിലിരിക്കുന്നത്, ഫോണെന്ന് പറയുന്നത്. അതിനോടുള്ള അഡിക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കേണ്ടത്. കുട്ടികളും ഫാമിലി ആയിട്ടുള്ള ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുക, അതിനുള്ള കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂട്ടുക, ഹോബികളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഫോൺ കാരണം നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഡോപ്പമിൻ റിലീസ് ഒരു ഡ്രഗ് അഡിക്റ്റിന് ഉണ്ടാകുന്ന ഡോപ്പമിൻ റിലീസ് പോലെ തന്നെയാണ് നമുക്ക് നോർമലി വേണ്ട മോട്ടിവേഷനും കാര്യങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ബേസിക്കലി സ്ക്രീൻ ടൈം കുറയ്ക്കുക, സ്ക്രീൻ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പൂക്കളുടെ വിത്തും ഗ്രോ ബാഗും ഉൾപ്പെടുന്ന കിറ്റ് സമ്മാനിച്ചു. ആക്ടിവിറ്റിയുടെ ഭാഗമായി വിത്ത് മുളയ്ക്കുമ്പോഴും ഇല വരുമ്പോഴും പൂവിടുമ്പോഴും ഫോട്ടോ എടുത്ത് മൈജിയിലേക്ക് അയക്കണം. ചെടികൾ പൂവിടുന്ന അവസാന ഘട്ടം വരെ ചിത്രങ്ങൾ അയക്കുന്ന എല്ലാ കുട്ടികൾക്കും മൈജിയുടെ സർപ്രൈസ് സമ്മാനം ലഭിക്കും. മൊബൈൽ ഫോൺ സ്ക്രോളിംഗിൽ നിന്നും ഇന്നത്തെ കുട്ടികളെ പ്രകൃതിയിലെ അത്ഭുതങ്ങളിലേക്ക് എത്തിക്കുകയാണ് മൈജി ഇതുവഴി ലക്ഷ്യമിടുന്നത്. കേരളത്തിലുടനീളം ഏറ്റവും കൂടുതൽ മൊബൈലിൻ്റെ വിൽപ്പന നടത്തുന്ന മൈജി ഷോറൂം ആദ്യമായിട്ട് മഹത്തായ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാനസികമായ പ്രശ്നങ്ങളും ഈ ഒരു മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലെസ് സ്ക്രീൻ ടൈം മോർ ഗ്രീൻ ടൈം എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് ഇതിലൂടെ നമ്മൾ പാസ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ കൂടുതൽ കുട്ടികൾ ഫാമിലിയായിട്ട് അറ്റാച്ച് ആവാനും മൊബൈലിൻ്റെ ഫോണിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളുടെ യൂസേജിൽ എൻഗേജ് ആവാതെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്നതിലൂടെ മെസ്സേജാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്യാമ്പയിനിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലുടനീളം പല ഷോറൂമുകളിലും ഈ ഒരു ക്യാമ്പയിൻ സക്സസ്സായി നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ജീവിതത്തിലെ അനുഭവങ്ങൾക്കും വികാരങ്ങൾക്കും പകരം വിർച്വൽ ലോകത്തെ ആശ്രയിക്കുന്ന സ്വഭാവം കുട്ടികളിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മൈജിയുടെ ഇടപെടൽ കൂടിയാണ് ഈ ക്യാമ്പയിൻ. മൈജിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി കൊച്ചി, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പരിപാടി നടത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.